എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ടാസ്ക് മന്ത്രയുടെ വെരിഫൈ ആൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലേ, ആദ്യമേ ഒരു ദിവസം ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഒരു ക്വിസ് മാനി, അത് നമ്മൾ പഠിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് പഠിക്കാമല്ലോ. ഇതിൻ്റെ ആൻസർ താഴെയും വരുന്നുണ്ട്. ഗ്രാഫിക്കൽ ഡാറ്റ തെറ്റിപ്പോയി, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, എന്നിട്ട് ബിഗിൻ യുവർ ടാസ്ക് എന്നും പറഞ്ഞിട്ട് വരും. ടാസ്ക് എടുക്കുക. അപ്പോൾ ഇവിടെ ടാസ്കുകൾ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇന്ന് വെരിഫൈ ആൻഡിനെ പറ്റിയാണ് പറയുന്നത്. വെരിഫൈ ആൻഡ് എടുത്തു. വെരിഫൈ ആൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 15 പേരാണ് ഇവിടെ കൗണ്ട് ചെയ്യേണ്ടത്. ഓൾറെഡി 13 പേര് ചെയ്തിട്ടുണ്ട്, 3 പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഒരുപാട് പേരുണ്ട്, ഇനി 13 പേര് ചെയ്തു, 10 പേര് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്താൽ മതി. നമ്മളിങ്ങനെ റീഫ്രഷ് അടിച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഹൂ പെയിൻറ്റഡ് ദ മൊണാലിസ? ഇതാണ് ചോദ്യം. നമുക്കിവിടെ ഇംഗ്ലീഷിൽ മാത്രമാണ് ലാംഗ്വേജ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് തന്നെ കൊടുക്കണം. മംഗ്ലീഷ് അങ്ങനെയൊന്നും കയറി വരരുത്. അങ്ങനെ കയറി വരുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്കിവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണ്, അതുകൊണ്ട് ഇംഗ്ലീഷ് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. പിന്നെ ഇതേ ക്വസ്റ്റ്യൻ ഇവിടെ ആരെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ ഫസ്റ്റ് ആരാണോ ആഡ് ചെയ്തത് അവർക്കായിരിക്കും പോയിൻ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓൾറെഡി ഹൂ പെയിൻറ്റഡ് ദ മൊണാലിസ, ഇത് ഓൾറെഡി ഇവിടെ ആഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരിക്കലും ഇത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, നോന്ന് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ആദ്യത്തെ ഒരാൾക്കല്ലേ പോയിൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത് റിപ്പീറ്റഡ് ആണ്. നമ്മളിവിടെ റിപ്പീറ്റഡ് എന്ന് കൊടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇത് ജനറൽ നോളജ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻ ബിലോങ്സ് ദി കാറ്റഗറി? ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ജനറൽ നോളജ് ആണെന്ന്. അപ്പോൾ നമ്മൾ അത് നെക്സ്റ്റ് കൊടുത്ത് വരുമ്പോൾ ചോദിക്കുന്നത് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ബിലോങ്സ് ദി ജിയോ സ്റ്റാറ്റസ്. ഇതിൻ്റെ ജിയോ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ആൻസറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജിയോ സ്റ്റാറ്റസ് വന്നിട്ട് യെസ് ആണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതും ക്വസ്റ്റ്യനിലാണ്. ക്വസ്റ്റ്യനിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല. നോ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിയുമ്പോൾ ചോദിക്കുന്നത് നമ്മുടെ ഓപ്ഷൻസിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നോ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടല്ല, ഏത് ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ ഇതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. ഇവിടെ വെബ് സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും ഇത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത്. നമ്മളത് തന്നെ കൊടുക്കുക, യെസ് കൊടുക്കുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് കറക്റ്റ് ആൻസർ നമുക്ക് ഈ ബോക്സിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. യെസ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആണ്, എല്ലാം ഓക്കെ ആണ്. പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കുക, ക്വസ്റ്റ്യൻ ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഒരുപാട് ഒരു ക്വാളിറ്റി ഇല്ലാത്തതാണ് നമുക്ക് പൂർ കൊടുക്കുക. മോഡറേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, ഗുഡ് ഉണ്ട്, എക്സലൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഗുഡ് കൊടുക്കാം അല്ലേ, ഗുഡോ അഡ്വക്കേറ്റോ കൊടുക്കാം. ഗുഡ് നല്ല ക്വസ്റ്റ്യൻ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ ഗുഡ് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു.
നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടെ തിരുത്തണമെങ്കിൽ ഇപ്പോൾ തിരുത്താനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട് കണ്ടോ. നമുക്ക് ഇങ്ങനെ മാറ്റണമെങ്കിലൊക്കെ മാറ്റാം. അത് കഴിയുമ്പോൾ ഒന്നുകൂടെ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കണം കേട്ടോ, കറക്റ്റാണോ എന്നുള്ളത്. കണ്ടോ 30 പോയിൻറ്റ്സ് നമുക്കിവിടെ കിട്ടി. ഇനി നെക്സ്റ്റിലേക്ക് പോകണമെങ്കിൽ വെരിഫൈ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് ആയിരിക്കണം, ഓപ്ഷൻസൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം, അതായത് മംഗ്ലീഷ്, അറബിക് അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കാറ്റഗറി അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കണം. മാറ്റി വല്ലവരും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം വെരിഫൈ ആൻഡ് ഏൺ ചെയ്യാനായിട്ട്. താങ്ക് യു.